ഈ കേസിൽ 3 പേർ ആരോപണ വിധേയരാണ്. ഒന്ന് ഷാരിഖാണ്, ആഷിഖാണ്, അഭിജിത്താണ്. ഇന്നലെ അറസ്റ്റ് ചെയ്ത അഭിരാജാണ്. ഇന്നലെ അറസ്റ്റ് ചെയ്ത ഒരാളുണ്ട്. ഇത് രണ്ട് സംഘടനയിൽ അംഗത്വമുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. എന്നെ പറയാൻ അനുവദിക്കണേ. അതിൽ ഷാരിഖ് KSUവിൻ്റെ ഭാഗമാണ്, അഭിരാജ് SFIയുടെ ഭാഗമാണ്. എന്നാണ് ഷാരിഖ് KSUവിൻ്റെ ഭാഗം? 2023 ഒക്ടോബർ KSUവിൻ്റെ ഭാഗമാണ്. 2024 മാർച്ച് വരെ അതിൻ്റെ ഭാഗമായിരുന്നു. അഭിരാജ് ഇന്നലെ വരെ ഇതിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഇതിൽ സംഘടനയെ പ്രതി ചേർക്കാനല്ല. എവിടെയാണ് സംഘടന പ്രതിയാകുന്നത്? അഭിരാജിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ SFIയുടെ ഏരിയ സെക്രട്ടറി പ്രത്യക്ഷപ്പെടുന്നു. അയാളെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ SFI പ്രതിസ്ഥാനത്താണ്. അങ്ങനെ KSU വന്നോ? ഈ ഷാരിഖിന്റെ കാര്യത്തിൽ KSU വന്നോ? വന്നില്ല. രണ്ടാമത് ജാമ്യമെടുക്കാൻ SFI നേതാക്കന്മാർ സ്റ്റേഷനിൽ പോകുന്നു. അവിടെ SFI പ്രതിയാണ്. അതുവരെ SFI മെമ്പർഷിപ്പുള്ള അഭിരാജ് എന്ന വ്യക്തി മാത്രമാണ് പ്രതിയാകുന്നത്. SFI എവിടെയാണ് പ്രതിയാകുന്നത്? ജാമ്യമെടുക്കാൻ അവിടെ വരുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം ജാഗ്രത കുറവുണ്ടായി എന്നാണ്. എന്താ അരുൺകുമാർ ഈ ജാഗ്രത കുറവ്? അരുൺ, ഞാൻ പറയുന്നത് ജാഗ്രത കുറവ് എന്താണ്? പാക്കറ്റ് ഒളിപ്പിച്ചതിൽ ജാഗ്രത കുറവുണ്ടായോ? പോലീസ് വരുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ജാഗ്രത കുറവാണോ? എന്നാൽ ഞങ്ങൾ ഉൾപ്പെടെ ഷാരിഖ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞാനൊന്ന് പറയട്ടെന്നേ, പറയട്ടെ. ഷാരിഖ് നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് രാജ്യദ്രോഹമാണ്, തെറ്റാണ്, ചെയ്ത് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നു. ഞങ്ങളുടെ വാദം അതാണ്. മാത്രമല്ല, ഇവിടെ അഭിരാജ് പറഞ്ഞത് പോലീസ് ഈ കേസിനെ ഡൈവേർട്ട് ചെയ്യുന്നുവെന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? SFIയുടെ ഏരിയ സെക്രട്ടറി, ചർച്ചയിലിരിക്കുന്ന ഏരിയ സെക്രട്ടറി അല്ലേ? പോലീസ് അഭിരാജിനെ അന്യായമായി പ്രതിയാക്കണം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലല്ലേ അഭിരാജ് പത്രക്കാരോട് പറഞ്ഞത്? എന്നാൽ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് അറിയോ? ഇന്നലെ അർദ്ധരാത്രിയും കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞത് പ്രതി ആരാണ്, കൊടി നോക്കരുത്, പ്രതി ആരാണ്, പിടിക്കപ്പെടണമെന്നാണ്. ഞങ്ങൾ ഒരു ഘട്ടത്തിലും പ്രതി ആരായാലും ശരി, ഏത് പാർട്ടിയിലായാലും ശരി, ഞങ്ങൾ സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, MLA പ്രതിഭയുടെ മകൻ ഈ കേസിൽ പ്രതിയാകുമ്പോ എന്താ സജി ചെറിയാൻ പറഞ്ഞത്? രണ്ട് പുകയിടുന്നവരല്ലേ എന്ന് പറഞ്ഞ മന്ത്രി ഭരിക്കുന്ന നാടല്ലേ? ആ രാഷ്ട്രീയത്തിൽ കൂട്ടിക്കലക്കണം ആഗ്രഹിച്ചിട്ടല്ല. നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾ പറയാം. അങ്ങനെ രാഷ്ട്രീയ നിറം കൊടുക്കണമെന്ന ആഗ്രഹവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് വിളിക്കുന്ന മുദ്രാവാക്യവും ഇതിന് സംരക്ഷണമില്ല എന്ന് വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധ്യമാണ്. ആദ്യം ഫ്രെയിമിലേക്ക് വന്ന ആരാ? അരുൺകുമാർ. ആദ്യം അരുൺകുമാർ വന്നത് ദേവരാജ് അല്ലേ? മറുപടി ഇതിൽ ഈ വിഷയത്തിനകത്ത് ആദ്യമായിട്ട് രാഷ്ട്രീയം നടത്തിയ SFI ആണോ? ആദ്യം മാധ്യമങ്ങൾ മുമ്പിൽ വന്നത് ഞാനാണോ? ഈ നാടിനകത്തുള്ള പ്രതിപക്ഷ നേതാവ് അടക്കം വന്നു നിന്നുകൊണ്ട് SFI എല്ലാം ക്രിമിനലുകളാണ്, ക്യാമ്പസിനകത്ത് SFI കഞ്ചാവ് കച്ചവടം നടത്താനാണ് ആദ്യം SFI കഞ്ചാവ് കച്ചവടം നടത്തുകയാണെന്ന് ആദ്യം പറഞ്ഞത് കേസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? പിന്നെ KSUവിന്റെ അലോഷ്യ സേവന് വരുന്നതിന് മുമ്പ് നിങ്ങൾ SFIയുടെ ഏരിയ സെക്രട്ടറി ഈ അഭിരാജിനെ വെള്ളപൂശാൻ വന്നത് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. വെള്ള പൂശാൻ വേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഏത് ഘട്ടത്തിനകത്തും SFIയുടെ ഭാഗമായി നിൽക്കുന്ന ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണത്തെ സംശയിച്ചത് നിങ്ങളല്ലേ ദേവരാജ്? സാർ എന്തിനാണ് സാർ ആ വിഷയത്തിൽ ഇടപെട്ടത്? എന്താണ് പറഞ്ഞത്? അതേ ആകാശിനെ റിമാൻഡ് ചെയ്തത് പോലീസല്ലേ? അതേ ആകാശ് വഴി ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഷാരിഖിലേക്കും ആഷിഖിലേക്കും എത്തിയത് ഇതേ അന്വേഷണമല്ലേ? ആ അന്വേഷണത്തെ ദേവരാജ് എന്തിനാണ് സംശയിച്ചത്? ആ അന്വേഷണത്തെ എന്തിനാണ് അഭിരാജ് സംശയിച്ചത്? അതാണ് ദേവരാജിന്റെ മറുപടി. തോന്നിയാൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. അത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ. പ്രതിപക്ഷ നേതാവ് പോലും പറയാത്ത കാര്യം എന്തുകൊണ്ട് ദേവരാജിനെ പോലെയുള്ള SFIയുടെ ഏരിയ സെക്രട്ടറി വന്ന് പറഞ്ഞ് അഭിരാജിനെ സംരക്ഷിക്കുന്ന മട്ടിൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചു? അതാണ് ചോദ്യം. പക്ഷെ ഇങ്ങനെയല്ലല്ലോ ദേവരാജ് പറഞ്ഞിരുന്നത്. ഇന്നലെ ദേവരാജ് പറഞ്ഞിരുന്നത് ഇങ്ങനെയല്ലല്ലോ. കഞ്ചാവ് ഉപയോഗിക്കാത്ത വളരെ നിഷ്കളങ്കനായ അത്തരത്തിലൊരു ആരോപണവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് പോലീസ് കുടുക്കിയതെന്നല്ലേ ദേവരാജ് ഇന്നലെ പറഞ്ഞത്? കേട്ടില്ല. ഈ കഞ്ചാവ് ഇതുവരെ ഉപയോഗിക്കാത്ത വളരെ നിഷ്കളങ്കനായ ഈ പറയുന്ന അഭിരാജിനെ പോലീസ് ഈ കേസിൽ കുടുക്കി എന്ന മട്ടിലല്ലേ ദേവരാജ് ഇന്നലെ സംസാരിച്ചത്?
ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത. ഞാൻ എന്താണ് പറഞ്ഞത്? ഈ നിലയ്ക്ക് KSUക്കാർ അവിടെ കൊണ്ട് കഞ്ചാവ് പ്ലാന്റ് ആണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ റെക്കോർഡിംഗ് എടുത്ത് കേൾക്കാം. ഞാനത് കേട്ടിട്ടാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറയുന്നത് അഭിരാജിന്റെ അനുഭാവിയായ ആദിത്യൻ താമസിക്കുന്ന മുറി അന്വേഷണം നടക്കുമ്പോൾ കേരള പോലീസ് ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഭരിക്കുന്ന കേരള സർക്കാരിന്റെ കേരള പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അതിനിടയിൽ KSU കഞ്ചാവ് കൊണ്ടുവച്ചു എന്നൊക്കെ സംശയിക്കണമെങ്കിൽ അതിന് അപാരമായിട്ടുള്ള ത്രികാലജ്ഞാനം വേണം. Debate with Dr. Arun Kumar.